പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വിശുദ്ധ റമദാൻ വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മാറമ്പള്ളി മുസ്ലിം ജമാഅത്തിലാണ്. പള്ളിയിലെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ഗോപാൽ ഡിയോ ഈ പരിശുദ്ധ റമദാനിൽ ഇന്ന് 29ാമത്തെ നോമ്പും അനുഷ്ഠിച്ച് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ തന്നെ നോമ്പ് തുറക്കി വന്ന് അദ്ദേഹം പോകുന്ന വഴികളിലൊക്കെ പള്ളിയിൽ കയറി വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോമ്പനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമസ്കാരം. പിന്നെ എങ്ങനെയുണ്ട്? ഈ വർഷം ആദ്യമായിട്ടാണോ നോമ്പ് പിടിക്കുന്നത്? നോമ്പ് പിടിക്കുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ ഫുള്ളായിട്ട് കുറെ ദിവസങ്ങൾ എടുത്തുകൊണ്ട് നോമ്പ് പിടിക്കണം ആദ്യമായിട്ടാണ്. നോമ്പിന്റെ അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? നോമ്പിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ, ഇത് ആദ്യമായിട്ട് പഞ്ചായത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ തന്നെ ഈ മഹലിൽപ്പെട്ട ഷിയാസ് തുമ്പായില് എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയണത്, പ്രസിഡന്റ് നോമ്പ് തുടങ്ങാണ്, ഇനിയിപ്പോ കറപ്പും കാര്യങ്ങളൊന്നുമില്ല, വന്ന് നോമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രസിഡന്റ് പിടിക്കുക എന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അത് അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഞാനും പിടിക്കാമെന്ന്. ആ സമയത്ത് വലിയ ആവേശത്തിൽ പറഞ്ഞു. നോമ്പ് പിടിക്കാമെന്ന് ഉദ്ദേശമില്ലാതെ ആ സമയത്ത് ഞാനും പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ കാര്യം ഞാൻ പഞ്ചായത്തിലെ മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. പ്രസിഡന്റ് നോമ്പ് പിടിച്ചോ, അപ്പോൾ നല്ല ആരോഗ്യം നല്ല കാര്യമാണ്. ഞാനും എൻ്റെ കൂട്ടുകാർ 99% ആളുകളും മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അത് പോലെ രാവിലെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. തുടങ്ങിയ സമയത്ത് ഒരു 3 ദിവസം ഇടയത്താഴം എനിച്ചില്ല, എനിക്കാണ്ടാണ് നോമ്പ് തുടക്കമിട്ടത്. പക്ഷെ പുതിയ നോമ്പ് തുടങ്ങുമ്പോൾ അത് ആ സമയത്ത് ഇടയത്താഴം കഴിക്കാണ്ട് തന്നെ നോമ്പ് തുടങ്ങും. പിന്നെ എൻ്റെ അടുത്ത് ഞാനത് പലരും പറഞ്ഞു കൂട്ടുകാരൊക്കെ പറഞ്ഞു അതങ്ങനെയല്ല, നോയമ്പ് പിടിക്കണത് ഇടയത്താഴം കഴിച്ച് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം നോയമ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു. അതിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഒന്നുപോലെ ഏത്തപ്പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ റസ്ക്, കട്ടൻ ചായ അങ്ങനെ കഴിച്ചിട്ടാണ് നോമ്പ് തുടങ്ങുന്നത്. വൈകുന്നേരം വരെ ജലപാനമില്ലാതെ മുസ്ലിം സമുദായം എങ്ങനെ നോമ്പ് നോക്കുന്നു അതുപോലെ തന്നെ കൃത്യമായിട്ട് നോക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വൈകിട്ട് കൂടുതലും നമ്മുടെ പള്ളി തന്നെയാണ് വന്ന് നോമ്പ് തുറയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പല സംഘടനകളും ഇഫ്താർ പരിപാടിയിലൊക്കെ വിളിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട നല്ല രീതിയിൽ നോമ്പ് ഇതുവരെ 29 നോമ്പിലും പിടിച്ചാൽ സാധിച്ചു. അപ്പോൾ നോമ്പ് അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു, വളരെ വ്യത്യസ്തമായി. പക്ഷെ ഈ വർഷമുണ്ടല്ലോ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല കഠിനമായ ചൂടുള്ള ഒരു നോമ്പുകാലായിരുന്നു. അപ്പോൾ ഈ വർഷം 30 നോമ്പാണ്, 29 നോമ്പ് ഇത്തവണ പൂർത്തിയാക്കി പിടിച്ചിട്ടുണ്ട്. മുമ്പ് നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 29 നോമ്പ് പിടിച്ചു അല്ലേ? അപ്പോൾ ഈ തവണത്തെ ഈ കഠിനമായ ഉഷ്ണകാലത്തും നോമ്പ് പിടിച്ചപ്പോൾ എന്ത് തോന്നി? ഇടയ്ക്കൊന്ന് നോമ്പ് മുറിക്കണം അല്ലെങ്കിൽ ദാഹം അനുഭവപ്പെട്ട് വെള്ളം കുടിക്കണം തോന്നിയോ? ഇത് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ 3 ദിവസം വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു, ലഘുഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ അതിനുശേഷം ഈ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് പിന്നിലേക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടായി. ഇത് 30 നോമ്പും നോക്കണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം അപ്പോൾ വരികയുണ്ട്. കാരണം എല്ലാവരും സപ്പോർട്ട് വന്നു. പിന്നെ ഒരു കാര്യം തുടങ്ങി വെച്ചുകൊണ്ട് ഇടയ്ക്ക് ഇട്ടിട്ട് പോണത് നല്ല രീതിയല്ല. ഒരു നല്ല പുണ്യമാസത്തില് അതിന്റെ എന്തെങ്കിലും അതിനകത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടണം. ശാരീരികമായിട്ട് എന്ത് തോന്നുന്നു? യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് നോമ്പിന് മുമ്പ് അല്പം നന്നായി കുറച്ചുകൂടി ക്ഷീണിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വേറെ ആക്ടിവിസ്റ്റ് ഒന്നും ഇല്ലാത്തവരുണ്ട്. വയറൊക്കെ ഒന്ന് ചാടി ഇരുന്നതായിരുന്നു. പക്ഷെ നോയമ്പ് തുടങ്ങി ഒരാഴ്ച, 1.5 2 ആഴ്ച ഇപ്പൊ ഞാനൊന്ന് തൂക്കി നോക്കിയപ്പോ 6 കിലോളം കുറഞ്ഞിട്ടുണ്ട്. അതും ഒരു വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. കാരണം ചോറ് പാടെ ഉപേക്ഷിച്ചു. ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്ന് കഴിക്കുന്ന നോമ്പ് തുറക്കുള്ള ഈത്തപ്പഴം തൊട്ട് ഫ്രൂട്ട്സ് തൊട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ആ കഞ്ഞി, ആ ജീരകക്കഞ്ഞി കൂടി കഴിച്ചാൽ പിന്നെ വയറ് ഫുള്ളായി. വേറെ ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഇനി നാളെ പെരുന്നാളാണെങ്കിൽ സ്നേഹത്തിൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഇനി അടുത്ത വർഷം റമദാൻ നോമ്പ് വരുമ്പോൾ പിടിക്കണമെന്ന ആഗ്രഹത്തെ തീർച്ചയായിട്ടും ഒരു അനുഭവമാണ്. ഇത് മുസ്ലിം സമുദായത്തിന് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ കാലഘട്ടം ഈ ഒരു കഠിനമായ ചൂടിൽ അനുഭവിച്ചുകൊണ്ടാണ് ചെറുതും വലുതുമായ ആളുകൾ ഈ നോമ്പ് നോക്കുന്നത്.
അപ്പൊ അതിനകത്ത് പങ്കാളിയാവാൻ അതിന് മുസ്ലിം സമുദായത്തോട് ഒരു ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോമ്പിൽ പങ്കുചേരുന്നത്. വരും കാലങ്ങളിലും എൻ്റെ മകളും ഇതുപോലെ നോമ്പ് പിടിക്കാൻ ശ്രമിച്ചിരുന്നു. 1-2 ദിവസം മകളും ശ്രമിച്ചു. പക്ഷെ ആ സമയത്ത് 9th എക്സാം വന്നതുകൊണ്ട് ഒന്ന് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ആളും ഇട്ടിട്ട് പോയി. വരുന്ന നാളില് ശ്രമിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ഞാനും അതുപോലെ തന്നെ വരുന്ന അടുത്ത നോമ്പില് നമ്മളെല്ലാവരും പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് അതിന് കഴിയിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നോമ്പെല്ലാം പിടിച്ച് ഇനിയിപ്പോ ഈ വരുന്ന പെരുന്നാളില് എന്നോടൊപ്പം നോമ്പിൽ പങ്കാളിയായ എല്ലാവർക്കും നോമ്പിന്റെ എല്ലാ പുണ്യങ്ങളും കിട്ടണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ അറിയിക്കുകയാണ്. ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون നീ മഗ്ഫിറത്ത് നൽകിയവരിൽ ചേർക്കണേ അല്ലാഹ്, നരകമോചനം നൽകിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഔദാര്യമായി നിന്റെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരണേ അല്ലാഹ്, പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്, പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും നീ ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പീഡിതരായ ഫലസ്തീൻ ജനതയ്ക്ക് നീ മോചനം നൽകണേ റഹ്മാനെ, സംരക്ഷണം നൽകണേ റഹ്മാനെ. ഇന്നത്തെ നോമ്പ് തുറക്കു വേണ്ടി സമ്പത്ത് ചെലവഴിച്ച സഹോദരങ്ങൾ അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനിലെ വെള്ളിയാഴ്ച ദിവസം നിന്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിച്ച സഹോദരന് വേണ്ടിയാണ് ഇന്നത്തെ നോമ്പ് തുറ നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ, ആ സഹോദരന്റെ ഖബറിലേക്ക് നിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം നീ സുഖത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നരകമോചനം നൽകിയവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നോമ്പ് തുറക്കു വേണ്ടി